എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ, എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ, യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. ഒരു കുടന്ന നിലാവു കൊണ്ടൻ നെറുകയിൽ കുളി തീർത്ഥമാടിയ നിശകളെ, നിഴലുമായിട ചേർന്നു നൃത്തം ചെയ്ത പകലുകളെ, ഓരൂ ഓരൂ. യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. തുളസി വെറ്റില തിന്നു ചുണ്ടു തുടുത്ത സന്ധ്യകളെ, തുയിലുണർത്താൻ വന്നൊരോണക്കിളികളെ നന്ദി. അമൃതവർഷിണിയായ വർഷാകാലമുകിലുകളെ, ഹൃദയമെരിയെ അലറി മലരായി പൂത്തിറങ്ങിയ വേനലെ, നന്ദി. യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. വളരെ മനോഹരമായ കൃത്യമായ ഒരു ബന്ധം ഒരുക്കി പ്രകാശിനെ അഭിനന്ദിക്കാൻ അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ, സംവിധാനം ചെയ്ത 2 പുസ്തകങ്ങൾ, ഒന്ന് വെള്ളിയെ പറ്റിയും മറ്റൊന്ന് മോഹൻലാലിനെ പറ്റിയും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി കണ്ടെന്നും വായിച്ചതുമാണ്. ഗ്രന്ഥം ഒരിക്കലും ഭാനുപ്രകാശിനെ അഭിനന്ദിക്കണം. അത് പ്രത്യേകിച്ച് ഒരു നാടകകാരനെ പറ്റിയാണ്. മറ്റ് 2 പുസ്തകങ്ങളിലും സിനിമാ നടന്മാരെ പറ്റിയാണ്. ഒരു നാടകവുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ ജനങ്ങളറിഞ്ഞിരുന്നത് ചലച്ചിത്ര നടന്മാരാണ്. ഇതങ്ങനെയല്ല. ജീവിതം നാടകത്തിന് വേണ്ടി നീക്കിവെച്ച ഒരാൾ എന്നുള്ള വാസ്തവം. ഞങ്ങൾ പല വേദികളിലും ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അടുത്ത സുഹൃത്തുക്കളായിരുന്നില്ല. അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അദ്ദേഹത്തെ പറ്റി എന്നും എനിക്ക് വലിയ ബഹുമാനമുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അദ്ദേഹം പഠിപ്പിച്ച നാടക പ്രവർത്തനത്തിൽ കൂടെ നിന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ പറ്റി വളരെ വളരെ ആദരവോടുകൂടി അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പാകെ നമ്മുടെ സാഹിത്യ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ ഒക്കെ തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തെ പറ്റി അക്കാലത്ത് എഴുതിയില്ല എന്നുള്ളത്
പലപ്പോഴും എനിക്ക് ഇവിടെ അത്ഭുതമായി തോന്നി. ആ കുറവ് പരിഹരിക്കുക. ഇവിടെ അധ്യക്ഷൻ കാരശ്ശേരി പറഞ്ഞു, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പലപ്പോഴും പലതും ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നതാണ്. അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ വൈരാവാസ്തവൻപിള്ള എന്ന നാടകകാരനെ, നാടകരചയിതാവ്, സംവിധായകൻ, നാടക ഗവേഷകൻ, അദ്ദേഹത്തെ പറ്റി അറിയാൻ ഈ വരുന്ന തലമുറയ്ക്ക് നന്നായിട്ട് അറിയാൻ ഈ ബന്ധം നിശ്ചയമായിട്ടുണ്ട്. പോലെ ഇന്ന് ലോക നാടകത്തിലാണ് ഈ ലോകം തന്നെ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പണ്ട് ഷേക്സ്പിയർ പറഞ്ഞത്. ഈ ലോകം തന്നെ ഒരു നാടകവേദിയാണ്. സ്ത്രീ പുരുഷന്മാരൊക്കെ തന്നെയും നല്ല നടീനടന്മാരാണ്. അധ്യക്ഷ ഭാഷണത്തിൽ കാരശ്ശേരി പറഞ്ഞ ഒരു കാര്യം, പല പേരുകളോട് ഉദ്ധരിക്കും. വീട്ടി പട്ടേലിന്റെ പാട്ടൊക്കെ എല്ലാം ഋഷി അടുക്കളയിൽ നിന്ന് കരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ അവതരണത്തെ പറ്റി വീട്ടിൽ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ലേഖനങ്ങളിലൊന്ന് എഴുതി. നാടകം കളിക്കാൻ സ്ഥലമുണ്ടായിരുന്നു. പല മനക്കാരോടും ചെന്ന് ചോദിച്ചു. സ്വന്തം മനയിൽ പറ്റില്ല, ജ്യേഷ്ഠൻ ഉറപ്പിച്ചു പറ്റില്ല. അവസാനം ഒരു സ്ഥലം കിട്ടി, അവിടെ പഠിച്ചു. ഈ നാടകം കളിക്കുമ്പോൾ അത് നമ്പൂതിരി സ്ത്രീകളുടെ ദയനീയ അവസ്ഥയെ പറ്റി. പക്ഷെ നമ്പൂതിരി സ്ത്രീകൾക്ക് പുറത്ത് വന്നിരുന്നത് കാണാൻ പറ്റും. അവര് ഇല്ലപ്പറമ്പിലെ നിഴലുകളിലും ഇരുട്ടിലും ഒക്കെ മറഞ്ഞു നിന്ന് കൊണ്ടാണ് ഈ നാടകം കണ്ടത്. പിൽക്കാലത്ത് കുറച്ചു കഴിഞ്ഞിട്ടാണ് നമ്പൂതിരി ബാലികാ സദനത്തിന് വേണ്ടിയിട്ട് പിരിവെടുക്കാൻ വീട്ടിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പല സ്ഥലങ്ങളിലും നടന്നു. പ്രത്യേകിച്ച് മനകൾ ചിലരില്ലാന്ന് തീർത്ത് പറഞ്ഞ ആവശ്യമില്ല, പെൺകുട്ടികളെ തന്നെ പഠിപ്പിക്കേണ്ട കാര്യം. പക്ഷേ ചിലയിടത്ത് നിന്ന് മടങ്ങിപ്പോരുമ്പോൾ അടുക്കളയുടെ പുത്തഴികളുടെ ഉള്ളിൽ നിന്ന് ഓട്ടുവളകൾ വന്നു. ഇതിൽ ചാക്കായിട്ടാണ്, യാതനായാത്ര എന്നായിരുന്നു അതിന്റെ പേര്. ചാക്കായിട്ടാണ് പോകുന്നത്. എന്തൊക്കെ ഇങ്ങനത്തെ സാധനം കൊടുത്താലും എടുക്കും. അപ്പൊ അടുക്കളയുടെ പുത്തഴിയിൽ ഇരുണ്ട പുത്തഴികളുടെ ഇടയിൽ കൂടെ അവരുടെ മുമ്പിലേക്ക് ഓട്ടുപടകൾ വന്നു വീണത് വീട്ടിൽ വെച്ച്. നമ്പൂതിരി സ്ത്രീകൾ ഓട്ടുപടകളാണ്. അപ്പൊ ഈ നാടകം കൊണ്ടുണ്ടായ ഒരു അവർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള അവരുടെ പ്രേരണയുടെ ഫലമായിട്ടായിരുന്നു ഈ ദാനം, അവരുടെ സംഭാവന. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് വർദ്ധിച്ചത്, പല കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചതാണ് നാടകം. പിൽക്കാലത്ത് എന്തുകൊണ്ടും അതകന്നു. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റം കൊണ്ടാണോ അതുകൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ടെലിവിഷൻ തുടങ്ങിയ സിനിമ വന്നതുകൊണ്ട് നാടകമില്ലാതാകും എന്നൊക്കെ പാശ്ചാത്യർക്ക് ഒരു ഘട്ടത്തിൽ സംശയം ഉണ്ടായി. ഒന്നുണ്ടായില്ല. സിനിമ വന്നു, സിനിമ അതിന്റെ പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നാടകത്തിന് അവിടെയൊക്കെ എന്നും ആവശ്യക്കാരുണ്ട്. സ്റ്റാഫോടൊപ്പമാണ് ഷേക്സ്പിയറുടെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഈ സ്മാരകം ആയിട്ട് ഇന്നും സൂക്ഷിച്ചിട്ടുള്ള മനോഹരമായ പ്രദേശത്ത് ആളുകൾ എന്നും വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഷേക്സ്പിയർ നാടകങ്ങൾ എന്നും കളിച്ചു. ഞാനും നമ്മുടെ അന്ന് ജയകുമാർ ഉപരിപഠനത്തിന് അവിടെ പോയിരിക്കുന്ന സമയം ഇവിടുന്ന് ലീവ് എടുക്കും. ഇവിടുത്തെ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ജയകുമാർ. ഞാൻ ഏതോ ഒരു യാത്രയിൽ അവിടെ ഇറങ്ങാൻ പോകുന്നു, വീട്ടിൽ ഇറങ്ങാൻ പോകുന്നതിന് ജയകുമാർ ഞാനൊരു കണ്ടുമുട്ടി ഒരാഴ്ച കൂടി താമസിച്ചു. അതിനിടയിലാണ് ഷേക്സ്പിയറുടെ ജന്മസ്ഥലം കാണാൻ പോകുന്നത്. അവിടെ പോയപ്പോൾ ഇതൊക്കെ രാവിലെ നേരത്തെ എത്തി, വൈകുന്നേരം വരുന്നപ്പോൾ നമുക്കൊരു നാടകം കൂടിക്കണ്ടല്ലോ കണ്ടുകളെ. അതിൻ്റെ പോവാ ഞങ്ങളിരുന്ന് അവിടെ സ്ഥിരം നാടകം കളിക്കുന്ന തിയേറ്ററിൽ ചെന്നിട്ടുള്ള നാടകത്തിന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ അത് ഞങ്ങളെ വളരെ പരിഹാസത്തോടുകൂടി നാടകം ടിക്കറ്റ് ഇന്നൊക്കെ
ഇതിനൊക്കെയുള്ള ടിക്കറ്റൊക്കെ 3 മാസം മുമ്പേ വിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ദൂര രാജ്യത്ത് വരുന്ന അതൊന്നും പറഞ്ഞ കാര്യമില്ല. ടിക്കറ്റ് ഇതേപോലെ തന്നെയാണ് 42nd സ്ട്രീറ്റിലുള്ള ബ്രോഡ്വേ എന്നത് അമേരിക്കയിൽ ബ്രോഡ്വേ, ഓഫ് ബ്രോഡ്വേ, ഓഫ് ബ്രോഡ്വേ 3 സ്ഥലത്തായിട്ടാണ് നാടകങ്ങൾ അരങ്ങേറുന്നത്. ആ നാടകങ്ങളെ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂജീൻ ഓനീലിന്റെ സ്ഥലത്ത് അതിന്റെ പരീക്ഷണമായിട്ട് ആദ്യ അവതരണം നടക്കുന്നു. അവിടെ നോട്ടക്കാർ വരുന്നു. അപ്പൊ ഇത് സിനിമ എന്ന് പറയുന്ന പുതിയൊരു അത്ഭുത വിദ്യ വന്നതുകൊണ്ട് നാടകം അപ്രത്യക്ഷമായിട്ടില്ല. അതേപോലെ തന്നെ TV വന്നതുകൊണ്ട് സിനിമ അപ്രത്യക്ഷമാകുന്നൊരു ഭയമുണ്ടായിരുന്നു. ഓരോ കാലത്ത് പുതിയ പുതിയ മാജിക്കുകൾ, ആ മാജിക്കുകൾ വരുമ്പോൾ അതിന്റെ ഒരു കൗതുകത്തിന് നിൽക്കും. പക്ഷെ ആത്യന്തികമായ അതിന്റെ മൂല്യം കൊണ്ട് തന്നെ അത് നിലനിന്നു. ഇവിടെ നാടകം അങ്ങനെ ശക്തമായ ഒരു ഉപാധിയായി നമുക്ക് പല സാമൂഹ്യമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായിട്ടൊക്കെ പല ഇടപെടലുകളും നടത്തിയതായിരുന്നു നാടക പ്രസ്ഥാനം. ആ നാടക പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് വളരെ കഴിഞ്ഞ മനസ്സിലായി. ശ്രീമാനം പറഞ്ഞവരും എത്രയോ നാടകം എഴുതി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ തീരെ വിസ്മൃതിയിലാണ് കിടക്കുന്നത്. ഇവിടെ ഈ വേദിയിൽ ഈ പുസ്തകം കൊടുക്കുന്ന കൂട്ടത്തിൽ നാടകകാരനായ അഭിപ്രായം വേണ്ട. അദ്ദേഹത്തിന്റെ ആത്മകഥ സീരിയലൈസ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ വായിച്ചിരുന്നില്ല. ഈ അടുത്ത് ആണ് എനിക്ക് പുസ്തകം കിട്ടുന്നത്. എനിക്ക് പഴയ പോലെ വായിക്കാൻ പണ്ട് അത്രയും വലിയൊരു പുസ്തകം ഒരു ദിവസം കൊണ്ട് ഞാൻ വായിക്കും. എന്നാൽ എനിക്ക് സാധിക്കില്ല. കാരണം എൻ്റെ 2 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷമായിട്ട് 3 ദിവസം കൊണ്ട് ഞാനത് വായിച്ചിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നു. അതിഭംഗിയായിട്ട് എഴുതിയ ദിവസം ഈ പുസ്തകത്തിന്റെ മഹത്വം നിലനിൽക്കി ഈ നാടകത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങൾ, നാടകം കണ്ടതിന്റെ പേരിൽ നാട് വിട്ട് പോകേണ്ടി വരും. വീട്ടിൽ നിന്നകല, ഗ്രാമത്തിൽ നിന്നകല, സമൂഹത്തിൽ നിന്നകല, അങ്ങനത്തെ ഒരു നാടകം തന്നെ സത്യം അതേ മുമ്പിലുള്ളൂ, അതാണ് ജീവിതം എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു ദീർഘമായ തപസ്യയുടെ രേഖപ്പെടുത്തലുകളാണ് ആ പുസ്തകം. ഞാനത് പറയുകയും ചെയ്തു അദ്ദേഹത്തോടൊപ്പം. അപ്പൊ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിലരെ ഈ നാടകം എന്ന് പറയുന്ന സ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൽ അലിഞ്ഞു ചേർന്നു അതിന്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ച് എങ്കിലും അതിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കുന്നു. അതിന്റെ ഒരു മാസ്മരിക ശക്തി വളരെ വലുതാണ്. ആ മാസ്മരിക ശക്തി കൊണ്ടാണ് വൈരാവാസ്തയെപ്പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന് വേറെ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷെ ഇതുതന്നെയാണ് നാടകം എഴുതുക, നാടകം അവതരിപ്പിക്കുക, നാടകം പഠിപ്പിക്കുക, നാടകത്തിൽ വേഷം നടത്തുക. ഇതുതന്നെയാണ് തന്റെ ജീവിതം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു, ഒരു എഴുത്തുകാരനായിരുന്നു, നാടകപ്രവർത്തകനായിരുന്നു ശ്രീ വൈരാവാസ്തേ. അദ്ദേഹത്തിന്റെ ഈ അടുത്ത തലമുറകൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ആകട്ടെ നമ്മുടെ ഓർമ്മകൾക്കൊക്കെ വളരെ അൽപായുസ്സുകൾ, പൊതുവെ വളരെയധികം അൽപായുസ്സുകളാണ് ഓർമ്മകൾ. അപ്പൊ അങ്ങനെ ആ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മനോഹരമായ ഗ്രന്ഥം, അതിശക്തമായ ഗഹനമായ ഒരു ഗ്രന്ഥം തയ്യാറാക്കിയതിന് ഈ ട്രസ്റ്റിനെയും വനപ്രകാശനെയും പ്രത്യേകം ഞാൻ വിടുന്നു. അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ മറന്നു. ഇന്ന് അടുക്കളയിൽ ഇന്ന രംഗത്തേക്ക് ബുദ്ധിമതി ഈ നാടകങ്ങളെപ്പറ്റി നാടക ചരിത്രകാരന്മാർക്കറിയാമെന്നല്ലാതെ സാധാരണക്കാർക്കൊന്നും ഈ നാടകങ്ങൾ അവതരിപ്പിക്കാൻ അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയിരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഈ
നാടകകാരന്മാർക്ക്, നാടകപ്രവർത്തകർക്ക് പുസ്തകങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് ഔപചാരികമായി പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ ഇവരോടെല്ലാം എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ, എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ, യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ.